ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം ടൂൾസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിനു വേണ്ടി കലണ്ടർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഡേറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന നോക്കാം. ഇവിടെ ഇപ്പം എനിക്ക് ഈ ഒരു ഡേറ്റിൽ ഇവിടെ ഒരു കുറച്ച് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് മന്തിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇയറിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മന്ത് നെയിം കൊടുക്കാം, അല്ലെങ്കിൽ എന്താ ഡേയുടെ നെയിം കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഈ ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഇയർ എടുത്തു. ഇയർ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ആ ഇയർ മാത്രം എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡേറ്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് മീൻസ് ഡേറ്റ് ഫംഗ്ഷനിലാണ് നമ്മളത് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ആഡ് കോളം. അപ്പം ആഡ് കോളം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ട്രാൻസ്ഫോമിൽ ചെയ്ത സെയിം സംഭവങ്ങൾ ആഡ് കോളത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് കോളത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നമ്പർ കോളത്തിൽ നമ്മൾ ചെയ്ത മീൻസ് നമ്പർ ടൂൾസിൽ നമ്മൾ ചെയ്ത എല്ലാ ഫങ്ഷൻസ് ഇതിലുണ്ട്. അതുപോലെ ഡേറ്റ് ആൻഡ് ടൈമിന്റെ ഫങ്ഷൻസ് ഇതിലുണ്ട്. അപ്പൊ എന്തായിരിക്കും ട്രാൻസ്ഫോമും ആഡ് കോളം തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പം ട്രാൻസ്ഫോം എന്ന് പറയുമ്പം നമ്മള് ഇപ്പൊ ഒരു ചേഞ്ച് വരുത്തി. ഇപ്പം നമ്മള് വരുത്തുന്ന ചേഞ്ച് നമുക്ക് കിട്ടുന്നത് സെയിം എക്സിസ്റ്റിംഗ് കോളത്തിലായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ ഇയറിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ ഇയർ എന്ന് പറഞ്ഞത് വന്നത് എന്താ, സെയിം നമ്മൾ ഏത് ടേബിൾ ഏത് കോളത്തിലാണോ മാറ്റിയത് ആ കോളത്തിൽ തന്നെയാണ് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ ആഡ് കോളം എന്ന് പറയുന്നത് എന്താ, നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് വേറൊരു കോളത്തിൽ അതിന്റെ ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, പുതിയൊരു കോളം അവിടെ ജനറേറ്റ് ആയിട്ട് നമുക്ക് ആ ഔട്ട്പുട്ട് പുതിയൊരു കോളത്തിൽ കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ആഡ് കോളം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടാബ്സിലും കോമൺ ആയിട്ട് കുറെ വാല്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ എക്സിസ്റ്റിംഗ് കോളത്തിലും ചെയ്യാം, ന്യൂ കോളം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ചെയ്യാം. ഇപ്പൊ ട്രാൻസ്ഫോമിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു, ഇയർ സെയിം കോളത്തിൽ തന്നെ വരുന്നത്. ഇനി ആഡ് കോൾ എടുത്തിട്ട് നമ്മൾ എന്താ ആ ഡേറ്റില് ഇയറിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. കണ്ടോ, ഇത് ന്യൂ കോളം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ന്യൂ കോളത്തിലാണ് അതിന്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു, എക്സിസ്റ്റിംഗ് കോളത്തിൽ തന്നെയാണ് ഔട്ട്പുട്ട് കണ്ടിരുന്നത്. ആഡ് കോളം ചെയ്യുമ്പോൾ പുതിയൊരു കോളം അവിടെ ക്രിയേറ്റ് ആവും. ആഡ് കോളം എന്താ പറഞ്ഞ എന്താ, പുതിയൊരു കോളം ആഡ് ചെയ്യാം. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഡ് കോളം ട്രാൻസ്ഫോം തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. പിന്നെ ഇതിൽ വരുന്ന ടൂൾസ് കോമൺ ആയിട്ട് ട്രാൻസ്ഫോമിൽ വരുന്നത് തന്നെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വരുന്ന എന്താ നമ്പർ ടൂൾസ് ആയാലും ന്യൂമറിക്കൽ ടൂൾസ് ആയാലും ടെക്സ്റ്റ് ടൂൾസ് ആയാലും ഡേറ്റ് ടൂൾസ് ആയാലും രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ്. പിന്നെ ആഡ് കോളത്തിൽ എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് വർക്ക് ചെയ്യില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ, സം കാണാം, ഒരു കോളത്തിന്റെ സം കാണാം, ആവറേജ് കാണാം, മിനിമം മാക്സിമം അതൊക്കെ കാണാനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പുതിയൊരു കോളം ജനറേറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സെയിം വാല്യൂസ് ഒരു കോളത്തിന്റെ സം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സെയിം വാല്യൂ ഒരൊറ്റ വാല്യൂ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു പുതിയൊരു കോളം ജനറേറ്റ് ചെയ്ത് ആ സെയിം വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് കോളത്തിൽ വർക്ക് ചെയ്യാത്തത്. സ്റ്റാറ്റിസ്റ്റിക്സ് ട്രാൻസ്ഫോമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ.